ചേച്ചി ഇവരുടെ പേരെന്താ? ഇത് റെഡ് ഐവറി. ഓക്കെ. കായ്ക്കുന്ന ടൈം എങ്ങനെയായത്? കായ്ക്കുന്നതിന് ടൈം ഇപ്പൊ ഈ തൈയൊക്കെ ഒരു 2 വർഷമൊക്കെ ആയ തൈയായിരിക്കും. ഇത് ജംബോ റെഡ് അല്ലേ? ജംബോ റെഡ്. ഇത് നല്ലതായിട്ട് ഇത് 2 കിലോ ഒക്കെ ഏകദേശം വരും. ഇതൊരു 1.5 കിലോ വരും. നല്ല മാങ്ങയാണ്, ഒട്ടും നാരില്ല, നിറയെ പിടിക്കും. ആപ്പിൾ റൊമാനിയ നല്ലതാണ്, നല്ല മാങ്ങയാണ്, ഒട്ടും നാരൊന്നുമില്ല. ഇതും എല്ലാ വർഷവും കായ്ക്കും, നിറയെ കായ്ക്കും. ഇവിടെ 50 കൂടുതൽ വെറൈറ്റി ഇവിടെ കായ്ച്ചതുണ്ട്. എല്ലാത്തിനും തൈകൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാത്തിനും തൈകൾ സ്റ്റോക്ക്. ഇത് ആപ്പിൾ പോലെ തന്നെ ഇരിക്കുക, കണ്ടോ, നല്ല കുഴിഞ്ഞ ആപ്പിൾ പോലെ, കണ്ടതാ ആപ്പിൾ റൊമാനിയ. നല്ലതാണ്, ഒട്ടും നാരൊന്നുമില്ല, നല്ല പഴുക്കണമെന്നേ ഉള്ളൂ, നല്ല മാങ്ങയാണ്. ഇത് കണ്ടോ, നല്ല വെയിലുള്ളത് കൊണ്ടായി മാങ്ങയുടെ കളർ കണ്ടോ, ആ അതാണ്ട് ഇവിടെയുണ്ട്. ഇവിടെ കവറിലെ തോത്താപ്പൂരി തന്നെയാണ്, അതിൻ്റെ കളറ് നല്ല കളറാണ്, കാണാൻ നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ സിന്ദൂരമാണ്. സിന്ദൂരം അറിയാം എല്ലാവർക്കും. കുഞ്ഞു കുഞ്ഞു തൈക്കകത്ത് ഇവിടെ ഒരുപാട് കായ്ച്ച തൈകളുണ്ട്. സിന്ദൂരവും കാലാപ്പടിയും കോട്ടർക്കോണവും കുളമ്പും എല്ലാം ഉണ്ട്. ആർട്ടുവിറ്റു പിന്നെ ഇതൊന്നുമില്ല, ചകിരിയൊന്നുമില്ല, നല്ല മാങ്ങയാണ്. നല്ല മാങ്ങ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല മധുരമുണ്ട്. ചെറുതിലേ തന്നെ പിടിക്കുമെന്നുള്ളതിൻ്റെ നമുക്കിവിടെ ഒരു തൈ ഇരിപ്പുണ്ട് ഇതിനകത്ത്, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ പ്രാവശ്യത്തെ ഫെസ്റ്റിന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫെസ്റ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഫെസ്റ്റിന് ഒരു മാവൻ തൈ, നിറച്ച് മാങ്ങകളൊരു മാവൻ തൈ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇതല്ല, കൺഫ്യൂഷൻ വരരുത്, അതാണ്ട് അതിനകത്ത് മാങ്ങയുണ്ട് ഉണ്ട്. അപ്പം ഫെസ്റ്റ് ആകുമ്പോഴത്തേനും അത് കറക്റ്റ് ആവും. അതിനകത്ത് 3 മാങ്ങയുണ്ട്. ഈ തൈയായിരിക്കും നമ്മൾ ഇവിടെ ഫെസ്റ്റിന് വെക്കുന്നത്, സമ്മാനം കൊടുക്കാൻ പോകുന്നല്ലേ? ഓക്കെ. ചേച്ചി ഇവരുടെ പേരെന്താ? ഇത് റെഡ് ഐവറി. ഓക്കെ. കായ്ക്കുന്ന ടൈം എങ്ങനെയായത്? കായ്ക്കുന്നതിന് ടൈം ഇപ്പൊ ഈ തൈയൊക്കെ ഒരു 2 വർഷമൊക്കെ ആയ തൈയായിരിക്കും. കണ്ടത് ഈ തൈയാ, എടുത്ത് വേണേ കാണിക്കാം. ഈ തൈ ഇപ്പൊ ഡ്രമ്മിൽ നല്ല രീതിയിൽ കായ്ച്ചു അല്ലേ? ഡ്രമ്മിൽ നല്ല രീതിയിൽ കായ്ച്ചു. ഇത് കെട്ടി വെച്ചിരിക്കുക, ഇവിടെ ഇപ്പുറത്ത് കെട്ടി വെച്ചിരിക്കുക. അതുണ്ട്, ഇതൊരു ചെറിയ തൈയാണ്ടോ, അതിൽ പോലും കായ്ച്ചു. ഇതിലും കായ്ച്ചു. ഇതിവിടെ എല്ലാം കവറി കായ്ച്ച മാങ്ങകളാണ്. ഇത് തോത്താപ്പുരി, ഇത് കിളിമൂക്കെന്ന് പറയും, തോത്താപ്പുരി എന്ന് പറയും. ഒട്ടും നാരില്ലാത്ത നല്ല വലിപ്പമുള്ള മാങ്ങയാണിത്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാത്തിനും തൈകളുണ്ടല്ലോ ചേച്ചി? എല്ലാത്തിനും തൈകളുണ്ട്. ഇത് ഈ ഫ്രൂട്ടിക്കൊക്കെ എടുക്കുന്ന മാങ്ങയാണ്, ഒട്ടും നാരില്ലാത്ത മാങ്ങയാണ്. എല്ലായിടവും പിടിക്കും, എല്ലാ സ്ഥലത്തും പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ തൈക്കകത്ത ഇത്. ഓക്കെ. പിന്നെ ഇത് നമ്മൾ ജംബോ റെഡ്, നമ്മുടെ ജംബോ റെഡാണ് ഇത്. ജംബോ റെഡ് ഇത് ഏകദേശം കളർ മാറി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു 2 കളർ വന്നിട്ടുണ്ട്. ഇത് ജംബോ റെഡ് അല്ലേ? ജംബോ റെഡ്. ഇത് നല്ലതായിട്ട് ഇത് 2 കിലോ ഒക്കെ ഏകദേശം വരും. ഇതൊരു 1.5 കിലോ വരും. നല്ല മാങ്ങയാണ്, ഒട്ടും നാരില്ല, നിറയെ പിടിക്കും, എല്ലാ വർഷവും കായ്ക്കും. ഇത് ഈ കവറിട്ട് നിർത്തിക്കുന്നത് ഈ കിളി അണ്ണാനൊക്കെ ശല്യമുള്ളതാണ്. പക്ഷെ എന്നാലും അവർ അതിനകത്തുനിന്ന് എന്തായാലും അവർ കഴിച്ചിട്ടേ ബാക്കി നമുക്ക് തരത്തുള്ളൂ. പിന്നെ ഇത് സൂപ്പർ ക്യൂനാണ്. സൂപ്പർ ക്യൂന് ഇത് നല്ല കളറും വയ്ക്കും, നല്ല വലിപ്പമുള്ള മാങ്ങ, നല്ല മാങ്ങയാണ് സൂപ്പർ ക്യൂൻ. ഇതെല്ലാം സൂപ്പർ ക്യൂനാണ് നിൽക്കുന്നത്. പിന്നെ ഈ മാങ്ങ ഇത് മഹാചനക്ക കേട്ടോ, ഇത് മഹാചനക്ക്. മഹാചനക്ക് നല്ല മാങ്ങയാണ്, അതായത് ഒട്ടും നാരില്ല, നല്ല ഫ്ലേവറാണ് ഇതിന്. നല്ലൊരു കളർ വരും, ഇവിടെ ഒരു കളർ വരും, വലിപ്പം ഉണ്ടാവും. ഇതിപ്പോൾ ഒരു കൊലയിൽ ഇത്രയും പിടിച്ചത് കൊണ്ടാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങ തന്നെയാണ്, നല്ല മാങ്ങയാണ്. പിന്നെ ഇതും എല്ലാ വർഷവും കായ്ക്കും, നിറയെ കായ്ക്കും. ഇതെല്ലാം കണ്ടിപ്പോൾ ഈ ഡ്രമ്മിനകത്താണ് ഇതെല്ലാം. ഇത് നമ്മുടെ ചക്കരക്കുട്ടി, എല്ലാവർക്കും ഇഷ്ടമുള്ള ചക്കരക്കുട്ടി ചെറുത്. ഇതെല്ലായിടത്തും വയ്ച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ലതാണ് ചക്കരക്കുട്ടി. പിന്നെ ഇത് നമ്മുടെ കവറിലെ തോത്താപ്പൂരി തന്നെയാണ്, ഉണ്ട്. അതിൻ്റെ കളറ് നല്ല കളറാണ്, കാണാൻ നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയാണ്, നല്ല ഭംഗി. പിന്നെ ഇത് കുറ്റിയാട്ടൂര്. ഒരുവിധം നമ്മുടെ മാങ്ങ എല്ലാം ഈ വർഷത്തത് ഏകദേശം കഴിയാറായി. ഇനി ഇതാണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ. കുറ്റിയാട്ടൂർ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
ഈ വർഷം ഒരുപാട് മാങ്ങയുണ്ടായിരുന്നു, കഴിഞ്ഞു ഏകദേശം. ആപ്പിൾ റൊമാനിയ നല്ലതാണ്, നല്ല മാങ്ങയാണ്, ഒട്ടും നാരൊന്നുമില്ല. ഇത് എല്ലാ വർഷവും കായ്ക്കും, നിറയെ കായ്ക്കും. ഇത് ഡ്രമ്മിൽ നിന്നിട്ട് ഇത്രയും കാഴ്ചല്ലേ? ഡ്രമ്മിൽ ഇരുന്നാലും ഇത്രയാണ് നല്ലോണം കഴിക്കും. ഇത് എവിടെ ഇരുന്നാലും കഴിക്കും. ഇത് കഴിഞ്ഞ വർഷം നമ്മളെടുത്ത് ഡ്രമ്മിലൂടെ നട്ടതാണ്, പക്ഷേ കവറിലിരുന്നതാണത്. ഇവിടെ തന്നെ കവറിൽ ഫ്രണ്ടിൽ ഇരുന്നാണ് നമ്മളെടുത്ത് നട്ടതാണ്. ഇപ്പോൾ ഏകദേശം എത്ര വെറൈറ്റി ഉണ്ടോ നമ്മുടെ ഇവിടെ എല്ലാം കൂടെ? നമ്മുടെ ഇവിടെ 50 കൂടുതൽ വെറൈറ്റി ഇവിടെ കായ്ച്ചതുണ്ട്. എല്ലാത്തിനും തൈകൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാത്തിനും തൈകൾ സ്റ്റോക്ക് ഉണ്ട്. ഇത് റെഡ് ഡ്രാഗൺ ആണേ. ഇത് 2 ഹോൾസിയാങ് എന്നും പറയും, റെഡ് ഡ്രാഗൺ. ഇത് 2 മാങ്ങ നമ്മൾ പറിച്ചു ഇതിനകത്തുനിന്ന്. നല്ലതാണ്, നല്ല കളർ വരും ഇതിന്, നല്ല കളർ വരും. പഴുത്ത മാങ്ങ നമ്മുടെ തിരിപ്പുണ്ട് ഇവിടെ, പക്ഷേ അത് ഓവർ പഴുപ്പായി പോയി. ഇതും ചെറുതിലേ പിടിക്കും, നല്ല ചെറുതിലേ പിടിക്കും. പിന്നെ ഇത് ബങ്ങനപ്പള്ളിയാണേ, ബങ്ങനപ്പള്ളി നല്ല മാങ്ങയാണ്, എല്ലായിടവും പിടിക്കും, നല്ല മാങ്ങയാണ്. മാങ്ങയോടെ നിൽക്കുന്ന തൈകൾക്ക് ആവശ്യക്കാർ കൂടുതലാണല്ലേ? അതെ അതെ, ഇവിടെ ഇങ്ങനെയുള്ള തൈകൾ എല്ലാവരും വന്ന് വാങ്ങുന്നത് ഈ കവറിൽ, വലിയ കവറിൽ. ഇതിപ്പോൾ നമ്മളൊരു ഡ്രമ്മിലെടുത്ത്, ഈ കവറിലിരിക്കുന്നതിനെ നമ്മൾ ഡ്രമ്മിൽ നടുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ തറയിലിരുന്ന തൈകളാണ്. ഇത് ഈ കോട്ടർക്കോണം ഇത് ഇതിപ്പോൾ ഡ്രമ്മിലോട്ട് മാറ്റിയത്. ഇതൊക്കെ പഴുത്ത് നിൽക്കുമായിരിക്കും. അല്ല, ഈ ഡ്രമ്മോടുകൂടി കൊണ്ടുപോകുമ്പോഴാണ് അതായത് പഴുത്ത്, നമുക്കകത്ത് പഴുത്തിരിപ്പുണ്ട് കോട്ടർക്കോണം. ശരിക്കും പറഞ്ഞാൽ ഒരു എത്ര സ്ഥലമില്ലെന്ന് പറയുന്നവർക്കും നമുക്ക് ഒരു മാവൊക്കെ വെച്ചാൽ അത് അത്യാവശ്യം മാങ്ങ കിട്ടും. നമുക്ക് ഒരു 25 മാങ്ങയൊക്കെ എന്തായാലും ഈ ഒരു കൊച്ച് കവറിനകത്തായാലും ഡ്രമ്മിനകത്തായാലും കിട്ടും. അതായത് ഇത് കുളമ്പാ. ഇത് കുളമ്പ് വേണമെങ്കിൽ, ഇത് നാട്ടുമാവാണല്ലോ കുളമ്പ്, പക്ഷെ കുളമ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാം. കണ്ടോ, ഇത് കുറേ മാങ്ങ അവിടെ അകത്തിരിപ്പുണ്ട്, ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പഴുത്ത് ഒരു ട്രിപ്പ് കഴിഞ്ഞു കുളമ്പ്. പിന്നെ ഇത് 2 മാവ് ചേർന്ന് നിൽക്കുക ഇത് കേട്ടോ. ഇത് അടുക്കും ചിങ്കിരി എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇത് കണ്ടോ, ഇത് നല്ല രസമാണ് കാണാൻ. കണ്ടോ, അതായത് അടുക്കും ചിങ്കിരി കണ്ടോ, ചിങ്കിരി മാങ്ങ എന്ന് പറയും. കണ്ടോ, സൂപ്പർ ക്യൂൻ്റെയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ വേറൊരു മാങ്ങയാണ്, നല്ല മാങ്ങയാണ്. അതാണ്ട് ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് മാങ്ങ. ഇത് ഇത്രയും അതിൻ്റെ മാങ്ങയാണ്. കണ്ടോ, കേസം റെഡ്. ഇത് പച്ചക്കും കഴിക്കാം. ഇത് നമ്മളുടെ ഈ നമ്മുടെ ഇതിനകത്ത് മൂവാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അതുപോലത്തെ ഇതാണ്ടോ. ഇത് പച്ചക്കും കഴിക്കാം, നല്ല. ഇത് നല്ല ഭംഗിയുണ്ട് കളറ്. ഇതൊക്കെ ഒരു ഡ്രമ്മിനകത്തല്ലേ ഇത്രയും മാങ്ങകൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരു മുറ്റത്തൊക്കെ ഒരെണ്ണം വെച്ചാൽ മതി, കുറഞ്ഞ സ്പേസിൽ നമുക്ക് വെക്കാം. അതെ, ഇഷ്ടം പോലെ. കണ്ടില്ലേ, ഒരു പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പിടിപ്പിക്കാം. എല്ലാ കൊപ്പിലും പിടിക്കുകയും ചെയ്ത്. ഇത് നാസി പസന്ത്. ഇത് മാങ്ങയെല്ലാം പോയി, നിറച്ച് മാങ്ങ ഉണ്ടായിരുന്ന എല്ലാം പോയി, പഴുത്തത് കഴിഞ്ഞു. എയർപോർട്ടിനകത്താണ്. ഇതൊരു കുഞ്ഞു മാവായി, കാലാപ്പാടിയുടെ ഇല പോലെ തോന്നും. ഇത് കുറേ വലുതാവുന്ന മാങ്ങ. ഇതിപ്പോൾ ഈ കവറിലായതുകൊണ്ട് ഇത് 4 kg എന്ന് പറഞ്ഞു. നല്ല മാങ്ങയാണ്, നമ്മളിവിടെ മുറിച്ചിട്ടുണ്ട് ഫെസ്റ്റിന്. നല്ല മാങ്ങയാണ്. പിന്നെ ഇലയും എല്ലാവരും കാണാനൊരു ഭംഗിയാണ് നിർത്തിയാൽ. മാവ് ഇതൊക്കെ മാങ്ങ കഴിഞ്ഞു, മാങ്ങ പോയി തീർന്ന് എല്ലാം. ഇത് ആപ്പിൾ പോലെ തന്നെ ഇരിക്കുക. കണ്ടോ, നല്ല കുഴിഞ്ഞ ആപ്പിൾ പോലെ. കണ്ടതാ ആപ്പിൾ റൊമാനിയ, നല്ലതാണ്. ഒട്ടും നാരൊന്നുമില്ല, നല്ല പഴുക്കണമെന്നേ ഉള്ളൂ, നല്ല മാങ്ങയാണ്. ഇതൊക്കെ കൊച്ചു തൈകളാണ്, വെറും ചെറിയ കവറിലെ. ഇതൊരു കുഞ്ഞൊരു തൈയാണ്ടോ, ഇത്രയുള്ള ചെറിയ തൈയാണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത് റിവ്യൂ ചെയ്ത് ചോദിച്ചിട്ടൊക്കെയായിരുന്നു. അല്ല, മഹാരാജ പസന്ത് എന്നാണ് പറയുന്നത്, പക്ഷെ നല്ല മാങ്ങയായിരുന്നു, നല്ല കളറും നല്ല മാങ്ങയാണ്. ഇനി അറിയില്ല, ഇനി ഒന്ന് വേണ്ടേ വലിപ്പം, നല്ല ബംഗനാപ്പള്ളിയോളം തന്നെ വലിപ്പം വരും. ബംഗനാപ്പള്ളി അല്ല എന്നെങ്കിലും, ബംഗനാപ്പള്ളി പോലെ ഇരിക്കുകയല്ല, നല്ല മാങ്ങയാണ്, നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ ചെയ്തായിരുന്നു അത്. ഇത് കവറില്ല ഈ മാപ്പസന്ത്. മാപ്പസന്തായ ഏറ്റവും നല്ല മാങ്ങയെന്ന് പറയാം.
ഇത് ഗോലക്ക്. ഇത് ഈ ചെടിയിലല്ല പിടിച്ചേക്കുന്നത്, കണ്ടോ ഈ ചെടിയിലാണ് പിടിച്ചേക്കുന്നത്, കണ്ടോ ഈ ചെടിയിൽ. ഇത് ഈ ടെറസിൻ്റെ മേളിലായതുകൊണ്ട് ഇത്രയും വെയിലുള്ളത് കൊണ്ടേ. നമ്മൾ അവിടെ കണ്ടില്ലേ, ഇത് കണ്ടോ നല്ല മാങ്ങയാണ് ഇത്. ഇത് പച്ചയ്ക്കും കഴിക്കാൻ നല്ലതാണ്, പഴുത്ത് നല്ലതാണ്. ഇത് നമ്മുടെ സിന്ദൂരമാണ്. സിന്ദൂരം അറിയാം എല്ലാവർക്കും. കുഞ്ഞു കുഞ്ഞു തൈക്കകത്ത് ഇവിടെ ഒരുപാട് കായ്ച്ച തൈകളുണ്ട്. സിന്ദൂരവും കാലാപ്പടിയും കോട്ടർക്കോണവും കുളമ്പും എല്ലാം ഉണ്ട്. ഇത്രശയൊക്കെയുള്ള തൈകളാണ് കായ്ച്ചത്. ഇത് കണ്ടോ വെയിൽ, നല്ല വെയിലുള്ളത് കൊണ്ടായി മാങ്ങയുടെ കളർ കണ്ടോ, കണ്ടോ ഈ ഒരു കളറാണല്ലേ. ആ ഇതാണ്ട് ഇവിടെയുണ്ട്. ഇതെല്ലാം കവറിൽ തന്നെയാണേ. കാണുന്ന എല്ലാം നമ്മുടെ മാങ്ങയോട് കൂടിയുള്ള തൈകളാണ്. ഇതെല്ലാം വലിയ കവറിലുണ്ട്, ചെറിയ കവറിലുണ്ട്, ഇഷ്ടംപോലെ മാങ്ങയോട് കൂടിയ തൈകളാണ്. ആദ്യം വരുന്നവർക്ക് മാങ്ങയോടെ തന്നെ കൊണ്ടുപോകാം. അതെ അല്ലേ? ഇപ്പം അങ്ങനെ തന്നെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് മാങ്ങയോട്. തൈയുടെ വില മാത്രം തന്നാൽ മതി. ഈ ഒരു വെറൈറ്റി ടേസ്റ്റിയുള്ള ഭാഗ്യം എന്തായാലും നമുക്കുണ്ടായി. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ? ഓക്കെ. ഇതിന്റെ കൂടെ ഉള്ളതാ. എനിക്കിത് ഇതിനെ പൊട്ടിക്കാൻ തോന്നുന്നില്ല. എന്തായാലും ഇത് പൊട്ടി. അതെ, നമ്മൾ കൂടുതൽ ഏറ്റവും കുഞ്ഞനെയാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊട്ടിച്ചേക്കാം. പക്ഷെ ഇത് കറ കുറവാണ്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിളഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ കർപ്പൂര മാങ്ങയുടെ ഒരു മണം വരുന്നുണ്ട്. മണം കറയുണ്ട്, വിളഞ്ഞിട്ടില്ല. നല്ല മണമുണ്ട്. മാങ്ങാണ്ടിയും കുറവാണ്. പിടിച്ചോ. കർപ്പൂര മാങ്ങയുടെ അതേപോലൊരു ഫ്ലേവറാണ് വരുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നല്ല ക്രിസ്പിയാ. കൊള്ളാല്ലേ? നല്ല വെറൈറ്റി അല്ലേ? പുളിയേ ഇല്ല. ഈ കറുമുറ കഴിക്കാന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാം. നല്ല മാങ്ങ കേട്ടോ. ഇത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. തായ്ലൻഡിലൊക്കെ പോകുമ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പച്ചമാങ്ങയാണ്. അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതെ അതെ, ആ രീതിയിൽ കഴിക്കാം നമുക്ക്. എന്തായാലും കൊള്ളാം. ഈ ഒരു ഫെസ്റ്റിന് ഇത് വാങ്ങാൻ വേണ്ടി ഒത്തിരി, ഇതിന്റെ തൈകൾ വാങ്ങാൻ വേണ്ടി ഒത്തിരി ഒരു തിരക്കുണ്ടാവുന്ന ഉറപ്പാണ് അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ചെറിയ പൊട്ടിക്കാൻ ആരും സമ്മതിക്കില്ല അല്ലേ? വെറുത്ത ടേസ്റ്റ് കൂടെ ചെയ്തിട്ടായിരുന്നു. എനിക്കൊരു ഫ്ലേവറും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. നാരൊന്നും ഒട്ടുമില്ല കേട്ടോ, നാരൊട്ടുമില്ല. എന്തായാലും ഈ ഒരു വെറൈറ്റി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തൊലിക്ക് കയ്പ അങ്ങനെ ഒന്നുമില്ല, സൂപ്പറാ. ഇതിന് അത്യാവശ്യം തൈകൾ സ്റ്റോക്ക് ഉണ്ടാവില്ലേ? തൈകളുണ്ട്, അത്യാവശ്യമുണ്ട്. മാങ്ങ പിടിച്ച തൈ തന്നെ ഉണ്ട്. ഒരെണ്ണം നമ്മൾ ഫെസ്റ്റിന് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു തൈ ആയിരിക്കും. ഓക്കെ. അത് പക്ഷെ ഞറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കുന്നത്. മേളിൽ കാണിച്ചില്ലേ, മേളിൽ നമ്മൾ കണ്ടില്ലേ, അത് ഈ മാവ് തന്നെയാണ്. വലിയ കവറിൽ നിൽക്കുന്ന ചുവപ്പ് കളറിലെ നമ്മൾ എടുത്തില്ലേ, ഈ വെറൈറ്റി. അത് ഈ നമ്മുടെ ഈ പെർമിസസിൽ പിടിച്ച മാങ്ങ നമ്മൾ എടുത്തതായിരുന്നു, പറിച്ചതാണേ. അപ്പം ഇത് കോട്ടർക്കോണമാണേ. ഇത് നമ്മുടെ അവിടെ നിൽക്കുന്ന ആ മാങ്ങ പിടിച്ചതാണ്. പുഴു ഒന്നും കാണത്തില്ല, നല്ല കളറ്, നല്ല മധുരമായിരിക്കും, നല്ല മാങ്ങയാണ്. ഇത് കുഞ്ഞന്മാർക്ക് കൊടുക്കും. ഇത് തൊലിയൊന്നും കളയണ്ട കേട്ടോ, ഒന്നും പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലാത്തതാ. കഴിച്ചിട്ട് പറയണം കേട്ടോ നല്ലതാണോ അങ്ങനെ. പറയണേ നല്ലതാണോ. നല്ല 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 മധുരമുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ട് നല്ല മധുരമുണ്ട്. ഇനി നമ്മുടെ ഇത് കുറ്റിയാട്ടൂരാണേ. കുറ്റിയാട്ടൂർ നമ്മൾ ഇവിടെ തന്നെ പിടിച്ചേ, അതിനകത്ത് അപ്പുറത്ത് കണ്ടായിരുന്നു. കുറ്റിയാട്ടൂർ നമ്മുടെ ഫേമസ് ആണ്, കണ്ണൂരിൻ്റെ. ഇത് നല്ല നല്ല പഴുത്ത് നല്ല തന്നെയാണ്. ഇത് ഭൗമസൂചിക പദവിയൊക്കെ കിട്ടിയതാണ്. നമ്മുടെ ഇവിടെ നിൽക്കുന്ന മാങ്ങയില്ലേ, ഈ മാങ്ങ R2E2 ആണേ. ഇത് നല്ല മധുരമുണ്ട്, ഇത് നല്ല മധുരമുണ്ട്, ഇത് നല്ല നാരുണ്ട്. അത് കുറ്റിയാട്ടൂറേ. ഇത് നമ്മുടെ ഇത് നമ്മൾ അവിടെ R2E2 ഇല്ലേ, ജംബോറുണ്ട്, അതാണ്. അത് ഇച്ചിരി പഴുത്തു പോയി, എന്നാലും നമുക്കത്
R22 പിന്നെ ഇതൊന്നുമില്ല, ചകിരിയൊന്നുമില്ല, നല്ല നല്ല മാങ്ങയാണ്. നല്ല മാങ്ങ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല മധുരം. മൂന്നിന് മൂന്ന് ടേസ്റ്റാ. ഇനി ഇത് നമ്മുടെ കുളമ്പാണ്. കുളമ്പ് ഇവിടുന്ന് പറിച്ച ഒരു മൾട്ടിഗ്രാഫ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കുളമ്പ് ആദ്യം പിടിച്ചിട്ട്, അതായത് കുളമ്പി മാങ്ങ എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലത്തിൻ്റെ കുളമ്പാന്നാണ് പറയുന്നത്. നല്ല കളറും നല്ല ഫ്ലേവറുമാണ്. നല്ല ഇത് നമ്മുടെ ഇവിടെ എല്ലാം ഉള്ള മാങ്ങയാണ്. പക്ഷേ ഭയങ്കര ഇതിനെ വെല്ലാൻ ഒരു മാങ്ങയില്ലെന്നാണ് പറയുന്നത്. ഇത് നമുക്കിവിടെ കവറിലൊക്കെ കവറിൽ കായ്ച്ചതാണ് ഇപ്പോൾ ഇത്. ഇതിന് വെല്ലാനൊന്നും ഇല്ല അല്ലേ? നോക്ക്, കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ മധുരം ഇതിനാണെന്ന് തോന്നുന്നു. അതാ കണ്ട കുളമ്പ് ഇവിടെ കവറിലും ഡ്രമ്മിലും ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഒരു ഫ്ലേവർ വ്യത്യാസമുണ്ട്. ഒരുപാട് മാങ്ങ ഇരിപ്പുള്ള റിവ്യൂ ചെയ്യാൻ. ഇത് നമ്മളുടെ സുവർണരേഖ. ഇത് ഭയങ്കര ജ്യൂസിയാണ് കേട്ടോ, ഭയങ്കര ജ്യൂസിയാണ് ഇത്. പക്ഷേ ഈ നമുക്ക് ഭയങ്കര സോഫ്റ്റാണ്, കൊച്ചുങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. സോഫ്റ്റ് മാങ്ങയാണ് ഇത്. നോക്കാം, ഇത് ഭയങ്കര സോഫ്റ്റ്, തൊടുമ്പോ തന്നെ അലിഞ്ഞു പോലെ ഒരുമാതിരി. പക്ഷെ എല്ലാത്തിനും ഓരോന്നിനും ഓരോ ടേസ്റ്റ് അല്ലേ. ഇത് നമ്മൾ ഇതിന്റെ നമ്മൾ പഴുത്തിട്ടില്ല, ഇത് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പിച്ചിയതാണ് ഈ മാങ്ങ. ഇത് പച്ചയ്ക്ക് നല്ല മധുരമുണ്ട്. ഇത് പച്ച തിന്നുന്ന മാങ്ങയാണ്. അപ്പൊ ഞങ്ങള് ഇത് അതിൻ്റെത് ഞങ്ങൾ പറിച്ചതാണ്. ഇത് ആദ്യമായിട്ട് പിടിച്ചതാണ്. പക്ഷെ നമുക്ക് ഇത് എല്ലാവർക്കും എടുക്കാമല്ലോ. പക്ഷെ ഇത് എന്നാലും നല്ലതാണ്. അത് പച്ചയ്ക്ക് തിന്നാനും അത് ആയതേ ഉള്ളൂ. ഒരു നല്ല ഫ്ലേവറും പുളിയൊന്നുമില്ല. നല്ല മധുരം. ഇത് മാങ്ങാണ്ടി വെറും നാര് പോലെ ഇരിക്കുന്നത്. ഇനിയുണ്ട് മാങ്ങ ഇത് ചെയ്യാനായിട്ട് കുറേ മാങ്ങയുണ്ട്. ഇതും ഒരു നല്ല കളർ. നല്ല കളറ്. ഇതിനും വേറൊരു, എല്ലാത്തിനും ഓരോ മാങ്ങയ്ക്ക് ഓരോ ഫ്ലേവർ, ഒരേ ഫ്ലേവറാണ് ഉള്ളത്. ഇത്രയും കഴിച്ചതിന് വേറൊരു ഫ്ലേവർ ഇതിന്. എല്ലാത്തിനും അങ്ങനെയാണ്. ബനാന മാങ്ങയ്ക്ക് വേറൊരു ഫ്ലേവർ. ഇതില് ഫ്ലേവർ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നാംടോക്ക് ഇല്ലേ, അത് ഭയങ്കര മധുരമാണ് കൂടുതൽ, പക്ഷെ ഫ്ലേവർ കുറവാണ്. ഇതെല്ലാം ഫ്ലേവറാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാത്തിന്റെ റിവ്യൂ. നന്നായിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഫ്ലേവറാണ്. കൊള്ളാം, നല്ലത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേച്ചിയുടെ മുഖം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞോളൂ. ഞാൻ പ്ലേസി ജോർജ്. എനിക്ക് 2021-22 കർഷക തിലകം അവാർഡ് കിട്ടിയതാണ്. ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ് ഫസ്റ്റ്, അതായത് കർഷക തിലകം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. അത് സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡാണ് കിട്ടിയത്. അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നഴ്സറി ഉണ്ടല്ലോ, ഇതിന്റെ പേരും ലൊക്കേഷൻ ഒന്ന് പറയാം. ഇത് നമ്മൾ കൊല്ലം ജില്ലയിൽ നീണ്ടകര ദളപാപുരം എന്ന് പറയും. ഇത് ബാങ്ക് ഓഫ് ബറോഡ ബിൽഡിങ്. ഇവിടെയാണ് ഈ ഫാം സ്റ്റോറി സ്ഥിതി ചെയ്യുന്നത്. നമ്മളുടെ വലിയ ഫാം വരുന്നത് പാലക്കാടാണ്. മാംഗോ ഫാം വരുന്നത് പാലക്കാട്. ഇവിടെ നമുക്ക് കൊല്ലത്തും ഒരു ഫാമുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സ്, മാംഗോ, എല്ലാ വെറൈറ്റിയും അവിടെയുണ്ട്. പാലക്കാടാണ് വലിയ മാംഗോ ഫാം. അവിടെ നിന്നാണ് നമ്മൾ ഫെസ്റ്റ് നടത്തുന്നത്, മാംഗോ ഫെസ്റ്റ് നടത്തുന്നതും. പിന്നെ ഇപ്പം നമ്മൾ മാംഗോ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എല്ലാ വെറൈറ്റിയും ഉണ്ട്. ഇപ്പം നമ്മളിവിടെ ഫെസ്റ്റിന് വെക്കുന്ന ഏകദേശം 90% മാങ്ങയും നമ്മൾ ഡിസ്പ്ലേ എടുത്ത് ഇപ്പം തന്നെ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇത്രയും ഡിഫറെൻറ്റ് വെറൈറ്റി. അപ്പോൾ അത് നമ്മുടെ ഇവിടുന്ന് തന്നെ പറിച്ച് വെക്കുമ്പോൾ നമുക്ക് ഈ ഫെസ്റ്റ് നടത്തുന്ന ഇപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇത്രയും വെറൈറ്റി നമുക്ക് ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് വേലി കൊള്ളുന്നുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു സന്തോഷം, എല്ലാവരും വന്ന്
കുട്ടികളെ ഉൾപ്പെടെ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണത്. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരിയും പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് മെസ്സേജ് ആൾക്കാർ ചോദിക്കുമ്പോഴാണ് മാങ്ങ വിളഞ്ഞോന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ തന്നെ അപ്പം അന്നേരം വിളഞ്ഞു തുടങ്ങുമ്പോഴേ തന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങും. അതൊരു സന്തോഷമാണ്. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന്റെ ഒരു സന്തോഷം അത് തന്നെയാണ്. ഈ തവണത്തെ ഫെസ്റ്റിന്റെ ഡേറ്റ് കൺഫേം ആവാത്തത് നമ്മൾ ഇപ്പൊ ഈ ഇലക്ഷൻ ആയതുകൊണ്ടാണ്. നമ്മൾ ഏപ്രിലായിരിക്കും എന്തായാലും. ഏപ്രിൽ എൻഡ് വരെ നമ്മൾ 12-ാം തീയതി ഒരു ഡേറ്റ് നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചിലപ്പോൾ നടക്കത്തില്ല, അതല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് വീക്ക് അങ്ങനെയായിരിക്കും. എന്തായാലും അറിയിക്കാം. കൊല്ലം തന്നെ, ഇവിടെ തന്നെ ഈ പെർമിസസ് ആയിരിക്കും നമ്മളെ ഫെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റികൾ മാങ്ങയോടെ അല്ലേ, മാങ്ങയോടെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ റെഡി ആയിരിപ്പുണ്ട്. ആരും കാണാത്ത വെറൈറ്റി മാവിൻ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ അല്ല പിന്നെ മാമ്പഴം അല്ലേ, വെറൈറ്റി മാമ്പഴം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കാണെങ്കിൽ നമുക്ക് അയക്കാം അല്ലേ. ഓൾ കേരള നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണല്ലേ ഇപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ. ഈ മാംഗോ സീസണിൽ വരണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ അത് ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ. അതെ ശരിയാണ്. ഇപ്പൊ എല്ലാ ദിവസവും ഇവിടെ വരുന്നവർക്ക് അവർ പറിക്കുന്നുണ്ട്. ആർട്ടിവിറ്റും ഒക്കെ കുറെ കസ്റ്റമേഴ്സിന് കൊടുത്തു. വരുമ്പം അവരുടെ ഭാഗ്യം പോലെ പഴുത്തതുണ്ടെങ്കിൽ അവര് പറിച്ചോളൂ, അങ്ങനെ കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മാംഗോ ഇത്തവണത്തെ മാംഗോ ഫെസ്റ്റ് ഇതേ കണ്ടില്ലേ, താര ഇവിടെ നിൽപ്പുണ്ട്. ഇത്തവണത്തെ മാംഗോ ഫെസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, കൂടുതൽ നന്നായിട്ട് നല്ല രീതിയിലായിരിക്കും എന്തായാലും. ഡേറ്റ് മാത്രം ഞങ്ങൾ അറിയിക്കാം. അത് നമ്മുടെ ചാനൽ വഴി കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അപ്ഡേഷൻ ഉടനെ വരുന്നതാണ് അല്ലേ, അതിന്റെ അപ്ഡേഷൻ ഉടനെ വരുന്നതാണ് അല്ലേ. ഈ ഒരു നേഴ്സറി ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ് കറക്റ്റ് വരാൻ വേണ്ടി. ഇത് കൊല്ലം ജില്ലയിൽ നീണ്ടകര ഗളപാപുരം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തയ്യായാലും മാമ്പഴമായാലും വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ പാലക്കാട് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ. ഓക്കെ, കൊഴിഞ്ഞാമ്പാറ ഇരുത്തേമ്പതി എന്ന് പറയും. ഓക്കെ, ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ചേച്ചിയുടെ. അപ്പോൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക, നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് എത്തിച്ചേരും. അതെ അല്ലേ, വാട്സപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം എല്ലാവരും വിളിക്കുമ്പോൾ നമ്മൾ ആണെങ്കിൽ വാട്സപ്പ് ഇടുകയാണെങ്കിൽ എന്തായാലും മെസ്സേജ് ആയിരിക്കും. ഈ ഒരു വെറൈറ്റി ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നേഴ്സറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമുണ്ട് പറയാനായിട്ട്. ഇത് കായ്ച്ച തൈ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാശി പിടിക്കാതെ ഇത് ഏതൊരു മീഡിയം തൈ എടുത്ത് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കായ്ക്കും. അടുത്ത വർഷം കണ്ടോ മേളിലും കണ്ടോ കായ്ച്ചു. നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ മതി, അപ്പൊ നന്നായിട്ട് അത് കായ്ക്കും, പെട്ടെന്ന് കായ്ക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല നേഴ്സറിലും അറിയാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റികൾ അവർ കൊടുക്കും, സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കായ്ക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കായ്ച്ച് അല്ലേ ആ തൈയുടെ ചുവട്ടിൽ വെച്ചാണ് നമ്മുടെ ബാക്കി തൈകൾ കൊടുക്കുന്നത് അല്ലേ. അത്രത്തോളം വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഇവിടെ കായ്ക്കുന്ന ഏറ്റവും നല്ല വെറൈറ്റികൾ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ സീസണിൽ മാംഗോ സീസണിൽ വന്നാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കായ്ച്ച തൈകൾ നമുക്ക് എടുക്കാം. ഒരുപാട് തൈകൾ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ ആയാലും ഇനി പാലക്കാട് അത് ശരിക്കും പോലെ കാണേണ്ട കാഴ്ച തന്നെ ആയിരിക്കും. നമ്മൾ എന്തായാലും അവിടുത്തെ ഒരു അപ്ഡേഷൻ ഉടനെ കൊണ്ടുവരുന്നതാണ്. ഫെസ്റ്റിന്റെ കാര്യം ഡേറ്റ് ഉടനെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ട് ഞങ്ങൾ അപ്ഡേറ്റുകൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അല്ലേ.